നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചു. എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ കോളറ സ്ഥിരീകരിച്ചത് 3 പേർക്കാണ്. മൂന്നാമത്തെ കേസാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോളറ ബാധയെ തുടർന്ന് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നേർച്ച. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം. പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തുലാഭാരം നടത്തി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം കൊണ്ടായിരുന്നു തുലാഭാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പന്മന സുബ്രഹ്മണ്യ സന്നിധിയിൽ തുലാഭാരം നടത്താമെന്ന പ്രതിജ്ഞ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിരുന്നു. ആ നേർച്ചയാണ് നിറവേറ്റിയത്. ഉച്ചയ്ക്ക് 1:15 സതീശൻ ക്ഷേത്രത്തിലെത്തിയത്. ദർശനത്തിന് ശേഷം നടന്ന തുലാഭാര ചടങ്ങിൽ അനവധി ഭക്തരും കോൺഗ്രസ് പ്രവർത്തകരും സന്നിഹിതരായി. യുവതി ഉറങ്ങുമ്പോൾ ജനൽ കമ്പിയിലൂടെ കൈകടത്തി പാദസരം കവർന്നു. മാവേലിക്കരയിൽ നടന്നത് നാടിനെ നടുക്കിയ മോഷണം. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂടിനടുത്ത് താമരക്കുളം വേടരപ്ലാവ് എന്ന സ്ഥലത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിൽ നിന്ന് സ്വർണ്ണ പാദസരം മോഷ്ടിച്ച സംഭവം പ്രദേശത്ത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോടെയാണ് മോഷണം നടന്നത്. വേടരപ്ലാവ് അമ്പാടിയിൽ പ്രിൻസിയുടെ വീട്ടിലാണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത്. കിടപ്പുമുറിയുടെ ജനാലയുടെ കൊളുത്ത് പൊളിച്ചു മാറ്റിയ ശേഷം കമ്പിയഴകൾക്കിടയിൽ കൂടി അതിവിദഗ്ധമായി കൈകടത്തിയാണ് മോഷ്ടാക്കൾ പ്രിൻസിയുടെ കാലിൽ കിടന്ന ഏകദേശം 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരം പൊട്ടിച്ചെടുത്തത്. പാദസരം വലിച്ചു പൊട്ടിക്കുന്നതിനിടെ യുവതി ഞെട്ടിയുണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൂർനാട് പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ വേഗത്തിൽ കണ്ടെത്താൻ പോലീസ് സംഘം പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി, ഒരാൾ മരിച്ചു. തൊഴിലാളിയാണ് മരിച്ചത്. കാസർഗോഡ് അനന്തപുരത്ത് ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. പൊട്ടിത്തെറിയിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ജനൽച്ചില്ലകൾ ഉൾപ്പെടെ തകർന്നു. കനത്ത മഴ. തൃശൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഒക്ടോബർ 28 ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല.